2 വർഷമായി കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പരിഹാരമുണ്ടാക്കാൻ ജനപ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. പാലക്കാട്ടാണ് കാര്യം. അതോടെ പാലക്കാട്ടെ ആ ഗ്രാമത്തിലുള്ളവർ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. കുടിവെള്ളം തരാത്തവർ വോട്ട് ചോദിച്ച് നാട്ടിലോട്ട് വരണ്ട എന്നാണ് ഗ്രാമത്തിൽ ഉടനീളം ബോർഡുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. മേപ്പറമ്പ് മെട്രോ നഗർ സ്വദേശികളാണ് ഈ വേറിട്ട പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. മലമ്പുഴയിലെ വെള്ളം നാട്ടിലെത്തിക്കാമെന്ന ജനപ്രതിനിധികളുടെ വാക്ക് പാഴായപ്പോൾ ദിവസം തോറും ആയിരക്കണക്കിന് രൂപ ചെലവിട്ടാണ് അവരിപ്പോൾ വെള്ളം കുടിക്കുന്നത്. കല്ലേക്കാട്ട് നിന്ന് പാലക്കാട് നഗരത്തിലേക്ക് പോകുന്നതിനിടയിലാണ് മെട്രോ നഗർ, അതായത് മേപ്പറമ്പിന് സമീപമുള്ള മെട്രോ നഗർ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി ഫ്ലെക്സുകൾ കാണാനിടയാവുന്നത്. ഈ ഫ്ലെക്സ് ബോർഡിന് സമീപത്തെത്തി ഇവിടെ എഴുതിയിട്ടുള്ള വാചകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇത് മെട്രോ നഗർ സ്വദേശികൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണെന്ന് മനസ്സിലാവുന്നത്. ഇത് നാട്ടുകാരുടെ പ്രതിഷേധം എന്ന രീതിയിലാണ് ഇതിന്റെ തലവാചകമുള്ളത്. ഇതിൽ കൊടുത്തുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: മെട്രോ നഗർ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായതിന്റെ പേരിൽ പ്രതിഷേധം. പഞ്ചായത്തിന്റെ ആളുകൾ വരുമ്പോൾ മാത്രം വണ്ടി വെള്ളം വരും. ഇലക്ഷൻ വരുമ്പോൾ വോട്ടിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ അറിയുവാൻ വേണ്ടി ജീവിക്കാനുള്ള വെള്ളമില്ല. ഇനിയും നിങ്ങൾക്ക് വോട്ട് വേണമോ? ഇത്തരത്തിലുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ട് ഈ നാട്ടുകാർ ഈ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഒരു കാരണമായത് ഈ നാട്ടിൽ 2 വർഷമായി കുടിവെള്ളം കിട്ടാനില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ മെട്രോ നഗർ നിവാസികൾ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. 100 കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവർ നേരിടുന്നത് എന്നുള്ളതാണ് ഈ ഉമ്മമാർ തന്നെ അല്ലെങ്കിൽ ഈ അമ്മമാർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തത്. ഏതായാലും ഉമ്മ, നിങ്ങൾക്ക് ഈ 2 വർഷമായിട്ട് ഇപ്പോൾ കുടിവെള്ളം തീരെ കിട്ടാനില്ല. എന്താണ് അതിന് കാരണം? കാരണം ബോർവെല്ല് വെള്ളമല്ല, അല്ലാണ്ട് മലമ്പുഴ വെള്ളം ഞങ്ങളുടെ ഇവിടേക്ക് കയറൂല്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കാട്ടിയും കുന്നിൻ്റെ മേലേക്ക് മലമ്പുഴ വെള്ളം കയറിയിട്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും നല്ല ഇഷ്ടം. ഈ മെട്രോ നഗർ പ്രദേശത്ത് മലമ്പുഴ വെള്ളത്തിന് കണക്ഷൻ ഉണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. ആ വരിയിലുണ്ട്, അതിലും കമ്മിയാണ് വരവ്. ഈ മേഖലയിൽ ഞങ്ങൾക്ക് ഈ മേലേക്ക് എടുത്തിട്ടേ ഇല്ല. മെട്രോ നഗർ ഇല്ല. ഇല്ല. മഴ പെയ്ത മഴവെള്ളം പിടിക്കുകയാണ്. അതിൽ പ്രാണികളും അതും കുട്ടികളെ കുളിപ്പിക്കലും പിടിക്കലൊക്കെ അതിൽ തന്നെ. 1000 ലിറ്ററിന് 500 രൂപ. അത് വീട്ടു ചെലവ് കഴിയോ, രോഗം മാറ്റുമോ? ആ വെള്ളം നിങ്ങൾക്ക് എത്ര ദിവസം നിൽക്കും? ഏത് 2-3 ദിവസം നിൽക്കും. എല്ലാവരുടെയും പരാതി കൊടുത്ത് എല്ലാവരെ കൊണ്ടും പറഞ്ഞു കാണേണ്ടവരെ കൊണ്ടും മെമ്പർമാരെ കൊണ്ടും എല്ലാവരും മന്ത്രിമാരൊക്കെ ഞങ്ങൾ കണ്ട് അവർ വരുമ്പോൾ ശരിയാക്കി തരാം. അതാ കുറച്ച് ദിവസം അതാ കേട്ടിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയാനില്ലാണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല. 10 ദിവസം പറഞ്ഞിട്ട് പോയ മന്ത്രിമാരടക്കം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? MLA വന്നപ്പോഴും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ശരിയാക്കി തരാമെന്നുള്ളത്. ശരിയാക്കാൻ വേണ്ടി 1-2 വട്ടം മീറ്റിങ്ങിന് അവരിവിടെ വന്നിരുന്നാണ് MLAൻ്റെ PA. പക്ഷെ ഒന്നും ശരിയായില്ല. സാധാരണക്കാരാണ് നമ്മളിന്ന് അന്നാന്ന് സമ്പാദിച്ച് അന്നാന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിന് വെള്ളം വാങ്ങുമോ, നമ്മൾ കുട്ടികളെ ചികിത്സിക്കോ പഠിപ്പിക്കോ എന്തെല്ലാം കാര്യങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വന്ന് പോയിട്ടുള്ളതാണ്. വരുമ്പോൾ മാത്രം ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ കയ്യിലെടുത്തിട്ട്, അപ്പോൾ ഷാഫി പറമ്പിലൊക്കെ പല കുറി വന്നിട്ട് വെള്ളം ശരിയാക്കി തരാ പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അത് പറഞ്ഞുകൊണ്ട് മൂപ്പര് എവിടേക്കോ പോയി. യാതൊരു ഉപകാരമില്ല. ഈ പ്രശ്നത്തിൽ മെട്രോ നഗർ നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. ജനപ്രതിനിധികളൊക്കെ കേട്ടല്ലോ അല്ലേ? വോട്ട് ചോദിച്ച് മാത്രം ചെന്നാൽ പോരാ. വെള്ളമില്ലെന്ന് പറയുന്നത് 1-2 മാസത്തെ കാര്യമല്ല. അതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ പ്രതിഷേധം നേരിടേണ്ടി വരും. അച്ചൻകോവിലാറിന്റെ മറുതീരത്ത്